VC നിയമനത്തിലെ ഹൈക്കോടതി വിധിയിൽ രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കും. വിധിയിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടും. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നിയമോപദേശം ലഭിച്ചിരുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വിശദാംശങ്ങൾ. താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി വിധിയിലാണ് രാജ്ഭവൻ അപ്പീൽ നൽകുന്നത്. വിധിയിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ അനുകൂല വിധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജ്ഭവന്റെ പുതിയ നീക്കം എന്നുള്ളത്. സർവകലാശാലകളിൽ താൽക്കാലിക VCമാരെ നിയമിക്കുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നീട് അത് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും കൂടി ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം വന്നിരിക്കുന്നത്. എന്തായാലും ഈ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നതോടെ അതിൽ വിധി വരുന്നതുവരെ KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ പുതിയ VCമാരെ നിയമിക്കില്ല എന്നുള്ളതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ രണ്ട് സർവകലാശാലയിലും താൽക്കാലിക VCമാരെ നിയമിക്കാൻ പുതിയ പാനൽ ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സർക്കാരിന്റെ ആ നീക്കത്തിന് ബദലായി കൂടിയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. രണ്ടിടത്തും 6 മാസത്തിനുള്ളിൽ സ്ഥിരം VCമാരെ നിയമിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഗവർണർ സുപ്രീം കോടതിയോട് സമീപിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉത്തരവും ഉടൻ നടപ്പാക്കപ്പെടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നുള്ള ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. നിഖിൽ. ശരി പ്രജിത്ത്, VC നിയമനത്തിലെ ഹൈക്കോടതി വിധിയിൽ രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കും. വിധിയിൽ വ്യക്തത വരുത്തണം എന്ന് ആവശ്യപ്പെടും. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.